അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്ന് നാം ജീവിക്കുന്നത് വിവരങ്ങളുടെ കാലഘട്ടത്തിലല്ല, മറിച്ച് അഭിപ്രായങ്ങളുടെ കാലഘട്ടത്തിലാണ്. അറിയുന്നവനും സംസാരിക്കുന്നു, അറിയാത്തവനും സംസാരിക്കുന്നു. തെളിവുള്ളവനും എഴുതുന്നു, തെളിവില്ലാത്തവനും പ്രചരിപ്പിക്കുന്നു. ഒരു ഷെയർ ചെയ്യാൻ ഒരു നിമിഷം മതി, എന്നാൽ അതിൻ്റെ കണക്ക് പറയാൻ ഒരു ദിവസം വരും, യൗമുൽ ഖിയാമ. അതിനാലാണ് ഇന്നത്തെ വിഷയം അറിയാത്തതിന് പിന്നാലെ പോകല്ലേ. ഈ വിഷയം ആരംഭിക്കുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ ഹൃദയത്തെ പിടിച്ചുലക്കുന്ന ഒരു സംഭവത്തിലൂടെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിത്വം മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അവരോട് ഖുർആനിലെ ഒരു വിഷയത്തെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവർ നൽകിയ മറുപടി ഓരോ പ്രഭാഷകനും, ഓരോ എഴുത്തുകാരനും, ഓരോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഉപയോക്താവും ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ട വാക്കുകളാണ്. മഹാനവർകൾ പറയുകയാണ്, അയ്യു സമാഇൻ തുഖില്ലുനി വ അയ്യു അർളിൻ തുഖില്ലുനി ഇദാ ഖുൽതു ഫീ കിതാബില്ലാഹി മാ ലാ അഅലം. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെക്കുറിച്ച് എനിക്കറിവില്ലാത്ത കാര്യം ഞാൻ പറഞ്ഞാൽ ഏത് ആകാശമാണ് എനിക്ക് തണൽ നൽകുക, ഏത് ഭൂമിയാണ് എന്നെ ചുമക്കുക? സുബ്ഹാനല്ലാഹ്. ഇത് പറഞ്ഞത് സാധാരണ ഒരാളല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്വഹാബി, ഇസ്ലാമിൻ്റെ ആദ്യത്തെ ഖലീഫ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹത്തിന് പോലും, മഹാനവറുകൾക്ക് പോലും എനിക്കറിയില്ല എന്ന് പറയാൻ മടിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഒരു വീഡിയോ കണ്ടാൽ നാം പണ്ഡിതന്മാരാകുന്നു, ഒരു വാട്സാപ്പ് സന്ദേശം കിട്ടിയാൽ നാം ഗവേഷകരാകുന്നു, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ നാം വിധികർത്താക്കളാകുന്നു. ഒരു തെളിവും അന്വേഷിക്കാതെ ഷെയർ, കമൻറ്റ്, വിമർശനം, വിധി, അതിനിടയിലാണ് അല്ലാഹുവിൻ്റെ മുന്നറിയിപ്പ് മുഴങ്ങുന്നത്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്നസ് സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. താങ്കൾക്ക് അറിവില്ലാത്ത കാര്യത്തിൻ്റെ പിന്നാലെ പോകരുത്. കേൾവിയും കാഴ്ചയും ഹൃദയവും എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. സൂറത്തുൽ ഇസ്രാ 36-ാമത്തെ ആയത്താണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ 3 കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞു. ഒന്ന്, കാത്, എന്താണ് നീ കേട്ടത്? കണ്ണ്, എന്താണ് നീ കണ്ടത്? ഹൃദയം, എന്താണ് നീ ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്തത്? ഈ 3നെയും കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് നാം ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്നത് നമ്മുടെ വിരലുകൾ കൊണ്ടായിരിക്കാം. ഒരു ബട്ടൺ അമർത്തി അയച്ച കള്ളവാർത്ത, ഒരു നിരപരാധിയെ അപമാനിച്ച പോസ്റ്റ്, ഒരു തെളിവില്ലാത്ത മതവിധി, ഒരു തെറ്റായ വീഡിയോ, ഇതെല്ലാം നമ്മുടെ കർമ്മങ്ങളുടെ ഏടിൽ രേഖപ്പെടുത്തപ്പെടുന്നുണ്ടെന്ന് നാം മറക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് മുന്നറിയിപ്പ് നൽകിയത്, കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. കേൾക്കുന്നതെല്ലാം പറഞ്ഞു നടക്കുന്നത് ഒരു മനുഷ്യന് കളവാകാൻ മതിയായതാണ്. സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണിത്. എത്ര ആഴമുള്ള ഹദീസാണിത്! കേട്ടതെല്ലാം പറയരുത്, കണ്ടതെല്ലാം വിശ്വസിക്കരുത്, ലഭിച്ചതെല്ലാം പ്രചരിപ്പിക്കരുത്. പരിശോധിക്കുക, ഉറപ്പുവരുത്തുക, പിന്നെ മാത്രം സംസാരിക്കുക. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ വീണ്ടും നമ്മെ പഠിപ്പിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. വിശ്വാസികളെ, ഒരു വാർത്ത ലഭിച്ചാൽ അത് പരിശോധിക്കണം. സൂറത്തുൽ ഹുജറാത്ത് 6-ാമത്തെ ആയത്തിലാണ് ഇതുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ കാതും കണ്ണും ഹൃദയവും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളാണ്. അവയെ ഹറാമിലേക്കും അസത്യത്തിലേക്കും ഉപയോഗിക്കുന്നത് നന്ദികേടാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ ദിവസവും നന്ദി പ്രകടിപ്പിക്കാൻ നമ്മോട് ഈ ദുആ പഠിപ്പിച്ചത്. അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅ്മത്തിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹദക ലാ ശരീക ലക ഫലകൽ ഹംദു വലകശ് ശുക്ർ. രാവിലെ ഇത് ചൊല്ലുന്നവൻ അന്നത്തെ നന്ദി നിർവഹിച്ചവനായിരിക്കും. വൈകുന്നേരം ചൊല്ലുന്നവൻ ആ രാത്രിയുടെ നന്ദിയും നിർവഹിച്ചവനായിരിക്കും. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് എഴുതുന്നതിന് മുമ്പ്, ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നതിന് മുമ്പ്, ഒരു കമൻ്റ് ഇടുന്നതിന് മുമ്പ്, ഒരു മതവിധി പറയുന്നതിന് മുമ്പ് ഈ വാക്കുകൾ മാത്രം ഓർത്താൽ മതി. എനിക്കിതിനെക്കുറിച്ച് ശരിക്കും അറിവുണ്ടോ? ഉത്തരം ഇല്ല എന്നാണെങ്കിൽ മൗനം സംസാരിക്കുന്നതിനേക്കാൾ സുരക്ഷിതമാണ്. അല്ലാഹു നമ്മുടെ നാവിനെയും വിരലുകളെയും കണ്ണുകളെയും കാതുകളെയും ഹൃദയത്തെയും സംരക്ഷിക്കട്ടെ. അറിവില്ലാതെ സംസാരിക്കുന്നതിൽ നിന്ന്, അത് പ്രചരിപ്പിക്കുന്നതിൽ നിന്നും അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.